റെഡ്മിയുടെ ഒരു ബജറ്റ് ഫ്രണ്ട്ലി സ്മാർട്ട് ഫോൺ ആണ് റെഡ്മി 12C. ഈ ഒരു സ്മാർട്ട് ഫോൺ ഒരു ബജറ്റ് ഫ്രണ്ട്ലി സ്മാർട്ട് ഫോൺ ആണെങ്കിലും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു സ്മാർട്ട് ഫോൺ ആണ്. അതുപോലെ വലിയ ഡിസ്പ്ലേ ഉള്ള ഒരു സ്മാർട്ട് ഫോൺ ആണ്. എന്ത് തന്നെയായാലും ഒരുപാട് പറഞ്ഞ് ദീർഘിപ്പിക്കാതെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ അൺബോക്സ് ചെയ്ത് എന്തൊക്കെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ വിശേഷങ്ങളെന്ന് ഓരോന്നായിട്ട് പരിശോധിക്കാം. ഈ ഒരു ഫോണിന്റെ ബോക്സിന്റെ പുറത്ത് ഇതുപോലെ ഇന്ത്യസ് നമ്പർ 1 സ്മാർട്ട് ഫോൺ ബ്രാൻഡ് ആണെന്ന് എഴുതിയിട്ടുണ്ട്. എംഐയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. റെഡ്മി 12C എന്ന് എഴുതിയിരിക്കുന്നു. ഇതിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. മെയ്ഡ് ഇൻ ഇന്ത്യ ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നുണ്ട്. മിന്റ് ഗ്രീൻ എന്ന് പറയുന്ന കളർ വേരിയന്റ് ആണ് നമ്മൾ ഇവിടെ പരിശോധിക്കുന്നത്. എന്തായാലും പെട്ടെന്ന് അൺബോക്സ് ചെയ്ത് നമുക്ക് ഫോണിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. ഇതായിരിക്കുന്നു സ്മാർട്ട് ഫോൺ. അത് കൂടാതെ ഫോണിന്റെ ബോക്സിനകത്ത് വേറെ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. സിം ഇജക്ടർ പിൻ, അതുപോലെ ഇതിനകത്ത് യൂസർ മാനുവൽ, വാറന്റി കാർഡ് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. 10 വാട്ടിന്റെ ഒരു ചാർജറാണ് ഫോണിന്റെ ബോക്സിനോടൊപ്പം തന്നെ ഇതുപോലെ കൊടുത്തിട്ടുള്ളത്. ചാർജിങ്ങിന് വേണ്ടി ഇത്തരത്തിൽ മൈക്രോ USB കേബിളാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനോടൊപ്പം കൊടുത്തിരിക്കുന്നത്. ഓർക്കുക, ഇതൊരു ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഫോണിന്റെ ബോക്സിനോടൊപ്പം ഉള്ളത്. ഇനി നമുക്ക് ഫോണിലേക്ക് വരാം. യെസ്, ദേ ഇരിക്കുന്നു റെഡ്മി 12C. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബാക്ക് സൈഡിനകത്ത് കണ്ടില്ല, ഇങ്ങനെ ചെറിയ ലൈൻ സ്ട്രിപ്പുകൾ ഇതുപോലെ പോയിട്ടുണ്ട്. മാത്രമല്ല ആ ലൈൻ സ്ട്രിപ്പുകളിൽ നമ്മളിങ്ങനെ കൈ വിരൽ ഓടിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് നല്ല ഗ്രിപ്പിയാണ് കൊടുത്തിരിക്കുന്നത്. അറിയാം കണ്ടില്ലേ, ഇങ്ങനെ സൗണ്ട് ഒക്കെ കേൾക്കുന്ന ടൈപ്പാണ്. അതുപോലെ ഇവിടെ റെഡ്മി എന്നതുപോലെ വലുതായിട്ട് എഴുതിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് മൊത്തത്തിൽ 2 ക്യാമറകൾ ഇതുപോലെ കാണാം. ഒരു LED ഫ്ലാഷ് ലൈറ്റ് കാണാം. അതുപോലെ ഫിംഗർ പ്രിന്റ് സംവിധാനം ഫോണിന്റെ ബാക്ക് സൈഡിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പ്ലാസ്റ്റിക് ആണ് ഫോണിന്റെ ബാക്ക് സൈഡ്, പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല ബിൽഡ് ക്വാളിറ്റി ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ വലത്ത് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഇതുപോലെ വോളിയം റോക്കേഴ്സും പവർ ബട്ടണും നമുക്ക് ഇവിടെ കാണാം. താഴേക്ക് വരുമ്പോൾ സ്പീക്കർ ഗ്രില്ല് കാണാം. അതുപോലെ ചാർജിങ്ങിന് മൈക്രോ USB പോർട്ട് നമുക്ക് കാണാം. അതുപോലെ മൈക്രോഫോൺ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നു. നമുക്ക് സിം ട്രേ ഏത് ടൈപ്പാണ് നോക്കാം. ഇതൊരു ബജറ്റ് ഫ്രണ്ട്ലി സ്മാർട്ട് ഫോൺ ആണ്. തീർച്ചയായിട്ടും ഇതിനകത്ത് ട്രിപ്പിൾ കാർഡ് സിം സ്ലോട്ട് തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. യെസ്, പ്രതീക്ഷിച്ചതുപോലെ തന്നെ ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. മുകളിലേക്ക് വരുമ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഇത്തരത്തിൽ 3.5mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വയർഡ് ഹെഡ്സെറ്റ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കണക്ട് ചെയ്യാൻ സാധിക്കും. എന്ത് തന്നെയാലും ഈ ഒരു സ്മാർട്ട് ഫോൺ ഇനി ഓൺ ചെയ്ത് നോക്കാം. മീ എന്ന് എഴുതിയിട്ടുണ്ട്. പവർഡ് ബൈ ആൻഡ്രോയിഡ് എന്നും എഴുതി കാണിക്കുന്നു. ഈ ഒരു സ്മാർട്ട് ഫോണിന് 8.77mm ആണ് ഇതിന്റെ ഒരു തിക്നെസ്. ഭയങ്കര തിക്നെസ് ഒന്നുമില്ല. അതുപോലെ വെയിറ്റും അണ്ടർ 200 ഗ്രാം ആണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ 192 ഗ്രാം ഭാരം മാത്രമേ ഉള്ളൂ ഈ ഒരു സ്മാർട്ട് ഫോൺ. കയ്യിലൊക്കെ പിടിക്കുന്നതിനൊക്കെ നല്ല ഒരു ഇൻ ഹാൻഡ് ഫീൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നുണ്ട്. കൊള്ളാം, മനോഹരമായിട്ടുള്ള ഡിസൈൻ. ഒരു വലിയ ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നിന്നും ലഭിക്കുന്നത്. കൃത്യമായിട്ട് പറഞ്ഞാൽ 6.71 ഇഞ്ചിന്റെ ഒരു വലിയ HD+ റെസൊല്യൂഷൻ ഉള്ള ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇവിടെ താഴെ ഈ ചിഹ്നം എന്നറിയപ്പെടുന്ന ഭാഗം ഒരു എബോ ആവറേജ് ആണ്. അതുപോലെ ഫ്രണ്ട് ക്യാമറ ഇത്തരത്തിൽ വാട്ടർ ഡ്രോപ്പ് നോച്ചിലാണ് നൽകിയിരിക്കുന്നത്. എന്ത് തന്നെയായാലും കുഴപ്പമില്ലാത്ത, തരക്കേടില്ലാത്ത ഒരു ഡീസന്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ഒരു മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് ഒക്കെ നല്ലതായിരിക്കും. കാരണം ഇതിനകത്ത് മൂവി വാച്ച് ചെയ്യാനൊക്കെ ഈ ഒരു ബിഗ് ഡിസ്പ്ലേ നമ്മെ ഒരുപാട് സഹായിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് IPS LCD ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ഇതിനകത്ത് നോർമൽ 60 ഹെഡ്സ് ആണ് റിഫ്രഷ് റേറ്റ് നൽകിയിരിക്കുന്നതെങ്കിലും 120 ഹെഡ്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗെയിം ഒക്കെ കളിക്കുമ്പോൾ അത്രയും മികച്ച ഒരു ടച്ച് സാമ്പിളിംഗ് റേറ്റ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ മികച്ച ഒരു റെസ്പോൺസ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേയിൽ നിന്നും ലഭിക്കും. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ്. 500 നിറ്റ്സ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പീക്ക് ബ്രൈറ്റ്നസ്. ഇൻഡോർ വിസിബിലിറ്റിയിലൊന്നും യാതൊരു പ്രശ്നമില്ല. ഔട്ട്ഡോറിലും വലിയ പ്രശ്നങ്ങളൊന്നും ഈ ഒരു 500 നിറ്റ്സ് ഉണ്ടാക്കില്ല എന്നുള്ള ഉറപ്പാണ്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രൈസ് റേഞ്ച് കുഴപ്പമില്ലാത്ത ഡീസന്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഇത്തരത്തിൽ റെഡ്മി നൽകിയിരിക്കുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോണിന് ഒരു ബജറ്റ് ഫ്രണ്ട്ലി എന്ന് വിളിക്കാവുന്ന തരത്തിലുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ലഭിച്ചിരിക്കുന്ന പ്രോസസർ എന്ന് പറയുന്നത് മീഡിയടെക്കിന്റെ ഹീലിയോ G85 എന്ന് പറയുന്ന പ്രോസറാണ്. ഇതൊരു 4G പ്രോസറാണ്. ഈ G85 ആയിട്ട് നിരവധി 4G സ്മാർട്ട് ഫോണുകൾ നേരത്തെ തന്നെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. G85 ഒരുവിധം ഒരു ഡീസന്റ് ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് നൽകുന്ന, അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് നൽകുന്ന ഒരു പ്രോസർ തന്നെയാണ്. ഡേ ടു ഡേ ആക്ടിവിറ്റികൾക്ക് യാതൊരുവിധ ലാഗോ അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നും ഈ ഒരു പ്രോസർ വരത്തില്ല എന്നുള്ള കാര്യത്തിലും ഉറപ്പാണ്. എന്ത് തന്നെയാലും ഈ പ്രൈസ് റേഞ്ചിൽ നമുക്ക് G85 പ്രോസറുമായിട്ട് വരുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ കേസിൽ. മാത്രമല്ല ഈ ഒരു സ്മാർട്ട് ഫോണിന് മാക്സിമം 6GB റാം ആണ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഈ ഒരു ഫോണിനകത്ത് 5GB എക്സ്പാൻഡബിൾ റാം കൂടി നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ വെർച്വൽ റാം കൂടി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഹയർ വേരിയന്റ് ആയിട്ടുള്ള 6GB റാം എടുത്താലും നമുക്ക് ഈ ഒരു 5 കൂടി ചേരുമ്പോൾ 11GB റാമിന്റെ ഒരു എഫക്റ്റ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ലഭിക്കും. കൂടാതെ ഇതിന്റെ ഹയർ മെമ്മറി വേരിയന്റ് എന്ന് പറയുന്നത് 128GB ഇന്റേണൽ മെമ്മറിയാണ്. അതും പോരെങ്കിൽ നേരത്തെ നമ്മൾ കണ്ടതുപോലെ ഈ ഒരു സിം സ്ലോട്ടിനകത്ത് നമുക്ക് മെമ്മറി കാർഡ് ഇട്ടുകൊണ്ട് 1TB വരെയുള്ള മെമ്മറി കാർഡ് ഇട്ട് മെമ്മറി എക്സ്പാൻഡ് ചെയ്യാനും ഈ ഒരു സ്മാർട്ട് ഫോണിൽ സാധിക്കും. ബാറ്ററി സൈഡിലേക്ക് വന്നാൽ 5000 mAh ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് പവർ നൽകുന്നത്. അത് ചാർജ് ചെയ്യാനായിട്ട് 10 വാട്ടിന്റെ
വാട്ടിന്റെ ചാർജറാണ് ഫോണിന്റെ ബോക്സിനോടൊപ്പം തന്നെ നൽകിയിരിക്കുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഇത്തരത്തിൽ ചാർജിങ്ങിന് വേണ്ടി മൈക്രോ USB പോർട്ടാണ് നൽകിയിരിക്കുന്നത്. ടൈപ്പ് സി ചാർജിംഗ് പോർട്ട് ആണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയേനെ. എന്തായാലും ഈ പ്രൈസ് റേഞ്ചിൽ അത്തരത്തിൽ ടൈപ്പ് സി പോർട്ടുകൾ അധികം ലഭിക്കാറില്ല എന്നുള്ളത് കൂട്ടിച്ചേർക്കട്ടെ. ക്യാമറയുടെ കാര്യം പറഞ്ഞാൽ ഇത്തരത്തിൽ 50 MB ഡുവൽ ക്യാമറ സെറ്റപ്പ് ആണ് നൽകിയിരിക്കുന്നത്. ഇന്ന് 50 മെഗാ പിക്സൽ എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് ആയി മാറിയിരിക്കുന്നു. എത്ര വില കുറഞ്ഞ സ്മാർട്ട് ഫോണുകളിൽ 50 മെഗാ പിക്സൽ ഉണ്ടാകും എന്നൊരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോണിൽ 50 മെഗാ പിക്സലിന്റെ ഒരു പ്രൈമറി സെൻസർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇതുപോലെ LED ഫ്ലാഷ് ലൈറ്റ് നൽകിയിട്ടുമുണ്ട്. സെൽഫി എടുക്കാനായിട്ട് ഇത്തരത്തിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ആയിട്ട് ഒരു 5 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ വീഡിയോ വിഭാഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മാക്സിമം 1080യിൽ 30 ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോകളും അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം നമുക്ക് 1080 30 ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോകളും ഷൂട്ട് ചെയ്യാനാകും. ഫോണിനകത്ത് ഷവോമിയുടെ യൂസർ ഇന്റർഫേസ് ആയിട്ടുള്ള MIUI 13 ആണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ആൻഡ്രോയിഡ് വെർഷൻ ആൻഡ്രോയിഡ് 12 ആണ് നൽകിയിരിക്കുന്നത്. 13 നൽകിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയതിനെ എന്നൊരു അഭിപ്രായമുണ്ട്. ഈ കാണുന്ന ഇത്രയും ആപ്ലിക്കേഷൻസ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് പ്രീ ഇൻസ്റ്റാൾ ആയി വരുന്നത്. ഫിംഗർ പ്രിന്റ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബാക്ക് സൈഡിലാണ് കൊടുത്തിരിക്കുന്നത്. അത് കണ്ടില്ലേ, അത് വളരെ ഫാസ്റ്റ് ആയിട്ട് ഇത്തരത്തിൽ അൺലോക്ക് ആവുന്നു. കണ്ടില്ലേ, ചെറിയ ഒരു ക്ലിക്കിൽ തന്നെ ആ ഒരു ഫിംഗർ പ്രിന്റ് അൺലോക്ക് ആവുന്നു. കൂടാതെ ഫേസ് അൺലോക്കും ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിട്ടുണ്ട്. സാധാരണ ഈ പ്രൈസ് റേഞ്ചിൽ ഉള്ള സ്മാർട്ട് ഫോണുകളിൽ കാണാത്ത ഡുവൽ ബാൻഡ് വൈഫൈയുടെ സപ്പോർട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കൊടുത്തിട്ടുണ്ട്. സാധാരണ ഈ പ്രൈസ് റേഞ്ചിൽ 2.4 GHz വൈഫൈ സപ്പോർട്ട് മാത്രമേ വരൂ. ഇത് 5 GHz വൈഫൈയുടെ സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വേഗമേറിയ ഇന്റർനെറ്റ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഉപയോഗിക്കാമെന്ന് ചുരുക്കം. കൂടാതെ ഇത്തരത്തിൽ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് FM റേഡിയോ സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പാട്ടുകളൊക്കെ റേഡിയോ വഴി കേൾക്കാനും സാധിക്കും. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് IP52 വാട്ടർ റെസിസ്റ്റൻസ് ആണ് നൽകിയിരിക്കുന്നത്. അതായത് മഴത്തുള്ളികളെയൊക്കെ നമുക്ക് ചേമ്പലയിലൊക്കെ വെള്ളം വീഴുന്ന രീതിയിൽ പ്രതിരോധിക്കാൻ ഈ ഒരു സ്മാർട്ട് ഫോണിന് സാധിക്കും. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേയിൽ ഒലിയോഫോബിക് കോട്ടിംഗ് നൽകിയിട്ടുണ്ട്. എന്താണ് ഈ ഒരു ഒലിയോഫോബിക് കോട്ടിംഗ് നൽകുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഫിംഗർ പ്രിന്റ് ഒക്കെ ഡിസ്പ്ലേയിൽ പതിഞ്ഞിട്ടുള്ള ഒരു സ്മഡ്ജസ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേയിൽ അധികം വരില്ല. അത്തരത്തിലൊരു ഒലിയോഫോബിക് കോട്ടിംഗ് കൊടുത്തിരിക്കുന്നതുകൊണ്ടാണ് കണ്ടില്ല ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് അത്തരത്തിൽ ഫിംഗർ പ്രിന്റ് സ്മഡ്ജസുകൾ വരാത്തത് എന്നുള്ളതും ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രത്യേകതയായിട്ട് എടുത്ത് പറയാം. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഇത്തരത്തിൽ MIUI ഡയലർ ആണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ വരുന്ന മിക്ക സ്മാർട്ട് ഫോണുകളിലും ഗൂഗിൾ ഡയലർ ആണല്ലോ കൊടുക്കുന്നത്. ഇത് ഷവോമിയുടെ സ്വന്തം ഡയലറാണ് ഇത്തരത്തിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിരിക്കുന്നത്. ലാവൻഡർ പർപ്പിൾ, മിന്റ് ഗ്രീൻ, റോയൽ ബ്ലൂ, മാറ്റ് ബ്ലാക്ക് എന്നീ 4 നിറങ്ങളിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് ലഭിക്കുന്നത്. ഞാൻ തുടക്കം മുതലേ പറയുന്നത് ഒരു ബജറ്റ് ഫ്രണ്ട്ലി സ്മാർട്ട് ഫോൺ ആണ്. അങ്ങനെയെങ്കിൽ ആ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് വാങ്ങാൻ സാധിക്കുന്ന മികച്ച ഒരു 4G സ്മാർട്ട് ഫോണായി മാറുകയാണ് Redmi 12C.